ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. കേസരി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള റവ കേസരിയാണ്. വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന ഈ ഒരു തേങ്ങാപ്പാൽ റവ കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സിനൊപ്പം റേസിൻസ് ഉണ്ടെങ്കിൽ റേസിൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കാഷ്യൂ നട്ട്സ് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതേ നെയ്യിലോട്ട് തന്നെ 1/2 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി റവ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്ത റവയാണെങ്കിൽ കൂടി ഒന്ന് ഇതുപോലെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റവ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. നെയ്യിൽ വറുത്താൽ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടുന്ന് ഇതിൻ്റെ ചൂടൊന്ന് പോകട്ടെ. ആ ഒരു സമയത്ത് ഒരു പാനിലോട്ട് ഞാൻ 2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2ാം പാലിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ 1ാം പാൽ 1/2 കപ്പ് 1ാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള 2ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് 1/2 കപ്പ് അളവിൽ 1ാം പാൽ വേണം, 2 കപ്പ് അളവിൽ 2ാം പാൽ വേണം. അപ്പോൾ 2ാം പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റവയുടെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണേ. റവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എന്നുള്ളത് കേസരിക്ക് പാകത്തിനുള്ളൊരു മധുരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ലൂസായി കിട്ടും. പഞ്ചസാര മെൽറ്റായിട്ട് നല്ലതുപോലെ ഇതൊന്ന് ലൂസായി കിട്ടും. കണ്ടല്ലോ, ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ലൂസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര കൂട്ടിപ്പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പഞ്ചസാര കൂട്ടിപ്പൊടിച്ച ഏലക്കപ്പൊടിയാണ്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേസരിയിൽ നമ്മൾ അധികം നെയ്യ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാലാണല്ലോ ഇത്. അപ്പോൾ തേങ്ങാപ്പാലാകുമ്പോൾ അധികം നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നീട് ഇതിലോട്ട് നമ്മൾ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. ഇതിങ്ങനെ നന്നായിട്ട് മിക്സായി കിട്ടുമ്പോൾ നമ്മുടെ കേസരി തയ്യാറായി. അതാണ് അതിൻ്റെ പാകം. 1ാം പാൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ബൗളിൽ മാറ്റി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ബൗളിൽ നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലും മാത്രമേ ഇത് പെട്ടെന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് നെയ്യ് പുരട്ടിയ ബൗളിലോട്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്പൂണിൻ്റെ പുറകു വശത്ത് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് പോയി കിട്ടുന്നതായിരിക്കും. നല്ലതുപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ മുന്നേ പാൽ കേസരി ചെയ്തിട്ടുണ്ടായിരുന്നു. പശുവിൻ പാൽ യൂസ് ചെയ്തിട്ട് കേസരി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് കാണണം എന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ ഇതാ ഞാനിതിവിടെ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ കേസരിയാണ്, തേങ്ങാപ്പാൽ റവ കേസരിയാണ്. അടിപൊളി രുചിയാണ്. കുട്ടികളെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേസരിയാണിത്. നമ്മൾ സാധാരണ റവ കേസരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നെയ്യ് നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാൽ ഈ ഒരു തേങ്ങാപ്പാൽ കൊണ്ടുള്ള കേസരി ഉണ്ടാക്കുന്ന സമയത്ത് അധികം നെയ്യുടെ ആവശ്യം വരില്ല. മാക്സിമം 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതിയാകും. ഇനി അധികം നെയ്യ് ചേർക്കണം എന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ സാധാരണ തേങ്ങാപ്പാൽ കൊണ്ടുള്ള റവ കേസരി ഉണ്ടാക്കുമ്പോൾ അധികം നെയ്യ് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ഫ്ലഫി ആയിട്ടുള്ള വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ കേസരിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും ആരും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടാൻ ആരും മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.